ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ, അവർ നമ്മുടെ മോഹിനിയും നമ്മുടെ പ്രതാപനും മഹാലക്ഷ്മി എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, നീ ആ ട്രീറ്റ്മെന്റ് നിർത്തണം, കണ്ണന്റെ ട്രീറ്റ്മെന്റ് നിർത്തണം, വെറുതെ എന്തിനാണ് അവന് മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും കണ്ണേട്ടന്റെ ട്രീറ്റ്മെന്റ് നിർത്താൻ പോകുന്നില്ല. ഇനി അതിനിടയിൽ കണ്ണേട്ടനെ ആരും അപകടപ്പെടുത്താതിരുന്നാൽ മതി എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. അവര് മഹാലക്ഷ്മിയെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്ന് മേഘേട്ടന് പറ്റിയ അപകടം കണ്ണേട്ടനായിരുന്നെങ്കിൽ കണ്ണേട്ടന്റെ അവസ്ഥ ഇപ്പൊ എന്തായാനേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രതാപൻ ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ ലോറി ഡ്രൈവർമാരെ വെക്കുമ്പോൾ നല്ലവരെ വെക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മരണമായിരിക്കും പിന്നെയും കാണേണ്ടി വരുന്നത്. അച്ഛന്റെ ലോറിക്ക് പിന്നെ കുറെ പേരെ കൊന്ന് പരിചയമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ പ്രതാപന്റെ ഫ്യൂസ് ഒക്കെ പോയേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പഞ്ചു മേഘനാഥനെ കാണാൻ വന്നിരിക്കുക. അപ്പൊ മഞ്ജുവിന് ആകപ്പാട് ടെൻഷൻ. മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ വിവാഹത്തിന്റെ ഡേറ്റ് ഇപ്പൊ നീട്ടി നീട്ടി കൊണ്ടുപോകുക. എന്നിട്ട് ഇപ്പൊ മേഘനാഥൻ പറയുന്നത് മഹാലക്ഷ്മിനെയും കണ്ണനെയും പിരിച്ചിട്ട് മതി നമ്മുടെ വിവാഹം എന്നാണ്. അപ്പൊ നമ്മുടെ മഞ്ജു പറയുന്നുണ്ടേ, എന്നാ പിന്നെ ഈ മേഘേട്ടൻ എന്നെ വിവാഹം കഴിക്കലൊന്നും ഉണ്ടാവില്ല. അവര് തമ്മിൽ ഒടുക്കത്തെ സ്നേഹം. അവരെ ഒരിക്കലും മഹാലക്ഷ്മി ഒരിക്കലും കണ്ണേട്ടനെ വിട്ട് പോകത്തൂല. അപ്പൊ പിന്നെ മേഘേട്ടൻ അതും പറഞ്ഞ് ഈ കല്യാണം ഒഴിയാനാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ മേഘേട്ടന്റെ എന്തെങ്കിലും കൊള്ളരുതാത്ത സ്വഭാവം മഹാലക്ഷ്മിക്ക് അറിയോ? അതാണോ മേഘേട്ടൻ അവരെ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മഞ്ജു സംശയമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, മേഘേട്ടന്റെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ എനിക്കറിയാം. ഇനി അതിലെങ്ങാനും നമ്മുടെ മഹാലക്ഷ്മിയും പെട്ടിട്ടുണ്ടോ എന്നേ എനിക്ക് അറിയേണ്ടതുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇത്തിരി വിരട്ടി തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മേഘനാഥൻ ഇങ്ങനെ കുറച്ച് പരിഭ്രമിച്ച് പറയുന്നുണ്ട്, അങ്ങനൊന്നുമില്ല മഞ്ജു എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം നമ്മുടെ മഞ്ജു ഈ മേഘനാഥന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പറയുന്നുണ്ട്, മേഘേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറയാൻ പറയണം കേട്ടോ. ഞാനാണ് എപ്പോഴും അങ്ങോട്ട് വിളിക്കുന്നത്, എന്നെ ഒരു തവണ വിളിക്കാറ് കൂടിയില്ല. കുഞ്ഞിലേ മുതലേ ആ ഒരു മുറച്ചെറുക്കൻ എന്നുള്ള ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് മേഘേട്ടന്റെ ആ ഒരു ചീത്ത സ്വഭാവങ്ങൾ അറിഞ്ഞിട്ട് പോലും ഞാൻ മേഘേട്ടന്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സങ്കടപ്പെട്ട് പോവുകയാണ്. അപ്പൊ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതാപനും മോഹിനിയും കരുണയൊക്കെ ഉണ്ടാവട്ടെ, അവരിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ മഞ്ജുവായിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ച് ലാസ്റ്റ് അവരിറങ്ങുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ മഞ്ജു നമ്മുടെ ദുർഗാമ്മയോടും കരുണയോടും പറയുന്നുണ്ട്, മേഘടൻ ഇപ്പൊ കല്യാണത്തിലൊന്നും ഒഴിയാൻ പോവുകയാണെന്ന് അമ്മയെ തോന്നുന്നത്. ഇങ്ങനെ ഡേറ്റ് നീട്ടി നീട്ടി കൊണ്ടുപോകുക, എനിക്ക് എന്തോ അതിൽ പന്തികേട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇനി മഹാലക്ഷ്മി വന്നതിന് ശേഷം ഈ മേഘനാഥൻ വിചാരിച്ച സ്വത്തുക്കൾ കിട്ടൂല എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കുമോ മേഘേട്ടൻ ഈ കല്യാണത്തിൽ നിന്നും ഒഴിയുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ കരുണ സംശയം പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മഹാലക്ഷ്മി മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ഭയങ്കര ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ ദുർഗാമ്മ പെട്ടെന്ന് നോക്കുമ്പോൾ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ ദുർഗാമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ, ഈ കല്യാണം മുടങ്ങുന്നത് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ, അവളുടെ മാത്രം ഒരു ചിരി കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാലോ മേഘേട്ടന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ? കല്യാണം നടക്കേണ്ടതാണെങ്കിൽ നടക്കും, മുടങ്ങേണ്ടതാണെങ്കിൽ മുടങ്ങും എന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജു എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, മേഘൻ കല്യാണത്തിൽ നിന്നും എന്തോ തെന്നി മാറുന്നത് പോലെ അവൾക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് നല്ലതല്ലേ കണ്ണേട്ടാ, കണ്ണേട്ടൻ അറിയാലോ മേഘേട്ടന്റെ ആ ഒരു സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ, എന്നിട്ടുമാണോ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മാവന്റെ മകനല്ലേ, അവൾക്കാണെങ്കിൽ അവനെ ഒത്തിരി ഇഷ്ടവുമാണ്, അതാണ് ഞാൻ ഈ കല്യാണം നടത്തുന്നേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അനന്തവും ലേഖയും വന്നിട്ടുണ്ട്, നമുക്ക് എത്രയും വേഗം അവരെ കാണാൻ പോണം എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്മുടെ അനന്തുവിനെയും ലേഖനെയും കാണാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു ദൃശ്യങ്ങളിൽ തന്നെയാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പയ്യെ പയ്യെ നമ്മുടെ മേഘനാഥന്റെ ഈ കല്യാണത്തിൽ നിന്നുള്ള പിന്മാറ്റം നമ്മുടെ മഹാലക്ഷ്മിയുടെ തലയിൽ തന്നെ വന്ന് വീഴും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കഥാ വഴിത്തിരിവുകളായിരിക്കും വരാൻ പോകും. നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും നമ്മുടെ മേഘനാഥം വെറുതെ വിടാൻ സാധ്യതയില്ല, അല്ലെ? സാഗറുമായിട്ട് കുറെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും പിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവരുടെ ഇന്നത്തെ ശ്രമങ്ങളും, അല്ലെ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.